ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ഈ കൊച്ചു യാത്ര ഉളുമ്പക്കുന്നിലേക്കാണ്. ഓരോ യാത്രകളും പ്രതീക്ഷിക്കാതെയുള്ള യാത്രകളാണ്. ഇന്ന് ഞങ്ങളോടൊപ്പം മോനൂട്ടൻ്റെ നിച്ചു ചേച്ചിയും ആദി ചേച്ചിയുമാണുള്ളത്. ഞങ്ങളുടെ തള്ളു കേട്ടുകൊണ്ടാണ് വിജയശേട്ടൻ്റെ ഡ്രൈവിംഗ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു 10-15 മിനിറ്റ് മാത്രമേ ഉളുമ്പക്കുന്നിലേക്കുള്ളൂ. ചുറ്റും ആകാശവും പച്ചപ്പും മാത്രം. കണ്ണിന് കുളിർമയേകുന്ന ഒരു നല്ല കാഴ്ച കൂടിയാണ്. 2-3 പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ യാത്രയിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. നിച്ചൂട്ടിയുടെയും ആദിയുടെയും വക ഫോട്ടോ എടുക്കും. പിന്നെ കളിയും ചിരിയും തമാശയുമായി ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. മോനൂട്ടന് അവിടെ നിന്നും വരാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവിടേക്ക് ഓടിച്ചാടി കളിക്കാനാണ് അവന് ഒരുപാടിഷ്ടം. ഉളുമ്പക്കുന്നിലേക്ക് ആദ്യം എത്തുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഒരുപാട് ആൾക്കാർ എത്തി. കുറേ സമയം നമ്മൾ അവിടെ ചിലവഴിച്ചു. ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്തു. പിന്നെ അവിടെയൊക്കെ ഓടിച്ചാടി നടന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. കുന്ന് കയറ്റത്തിനെയും കാട്ടിയും ഇറക്കമാണ് ഒരുപാട് ബുദ്ധിമുട്ടിയത്. ഞാനും നിച്ചൂട്ടിയും ആദ്യം കൈപിടിച്ചിറങ്ങി. ഒരുവിധം വീഴാതെ താഴെ എത്തിയെന്ന് പറയാം. ഇവിടെ പോയാൽ സമയം പോകുന്നത് അറിയുക തന്നെയില്ല. ഞങ്ങൾ അവിടെ നിന്നും നേരെ വീട്ടിലേക്കാണ് എന്ന് വിചാരിച്ച് കാറിൽ കയറി. പക്ഷേ വിജയശേട്ടൻ ഞങ്ങളോടൊന്നും പറയാതെ വേറൊരു സ്ഥലത്തേക്കാണ് ഞങ്ങളെയും കൂട്ടി പോയത്. ആദിക്കുട്ടിയുടെ സ്കൂൾ ബസ് വരുന്ന റൂട്ടാണിത്. അപ്പോൾ അവിടെയുള്ള ഓരോ വീടും അവളുടെ ഫ്രണ്ടിൻ്റേതാണെന്നും ടീച്ചറുടെ വീടുമൊക്കെ കാണിച്ചു തന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ കുന്നൊക്കെ കയറി ഇതാ അവിടെ എത്തിയിരിക്കുന്നു. ഞാനിവിടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കാളും ഇവിടെ ഒരുപാട് മാറ്റമുണ്ടായിരിക്കും. എന്തു രസമാണെന്നോ ആ പാർക്കിലൂടെ ഇങ്ങനെ നടക്കുവാൻ. ഇവിടെ വീഡിയോസും ഫോട്ടോസുമൊക്കെ മാറി മാറി എടുത്തത് ഞാനും ആദിക്കുട്ടിയും ചേർന്നാണ്. ദൂരെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും യാത്ര ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ വീടിനടുത്തു തന്നെ ഒരുപാട് ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങളുണ്ടാകും. അവിടെയൊക്കെ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് പോയി വരുന്നത് മനസ്സിനും നമുക്കും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ കുട്ടികളും കൂടെയുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, കളിയും ചിരിയുമായി സമയം പോകുന്നത് തന്നെ അറിയില്ല. അവിടെയൊക്കെ ചുറ്റിക്കാണുമ്പോഴേക്കും ഞങ്ങൾക്ക് വിശപ്പ് വന്നു. പിന്നെ ഞങ്ങൾ ചിക്കുവും ഐസ്ക്രീമും കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിക്കു ഞാൻ ഒറ്റ വലിക്ക് തന്നെ അകത്താക്കി. അപ്പോഴേക്കും മോനൂട്ടൻ അവിടെ തന്നെ ഇരിപ്പാണ്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. ഒരുപാട് സന്തോഷിച്ച ദിവസം കൂടിയാണ് ഇന്ന്. ഇനിയും ഇതുപോലെ ചെറിയ ചെറിയ യാത്രകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.